ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. 8 വാർഡുകളിൽ വികസനമെത്തില്ലെന്ന വൈസ് ചെയർമാന്റെ വാദം രാഷ്ട്രീയ പ്രചരണമെന്ന UDF കൗൺസിലർ NK ജയരാജൻ. ഒറ്റപ്പാലം നഗരസഭയിലെ 8 വാർഡുകളിലേക്ക് ഈ വർഷം വികസനമെത്തില്ല എന്ന പ്രചരണം തെറ്റെന്ന UDF കൗൺസിലർ NK ജയരാജൻ. ഇത് രാഷ്ട്രീയ പ്രചരണമാണെന്നും വാർഡ് സഭ കൂടുന്നതിനായി സമയം ആവശ്യപ്പെട്ടിട്ടും ചെയർപേഴ്സൺ മറുപടി നൽകിയില്ല എന്നും NK ജയരാജൻ ആരോപിച്ചു. വാർഡ് സഭ ചേരാത്ത 8 വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങും എന്ന തരത്തിലുള്ള ഒരു വ്യാജമായ പ്രചരണം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ 8 വാർഡുകളിൽ വാർഡ് സഭ വിളിക്കുവാൻ സമയം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ലെറ്റർ കൊടുത്തതാണ്. അതിന് യാതൊരു മറുപടിയും ഒറ്റപ്പാലം നഗരസഭ തരാൻ തയ്യാറായില്ല. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്നും കഴിഞ്ഞ 5 വർഷത്തിൽ 20 കോടി രൂപയുടെ പദ്ധതി നഗരസഭ നഷ്ടപ്പെടുത്തിയെന്നും NK ജയരാജൻ ആരോപിക്കുന്നു. വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഞങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ ഒറ്റപ്പാലം നഗരസഭ ഭരണസമിതിക്കോ സെക്രട്ടറിക്കോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ, ഈ ഫണ്ട് ഇതിൻ്റെ സ്രോതസ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടിയില്ല. കഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഷ്ടം വരുത്തിയിട്ടുള്ള തുക ചെറുതല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 20 കോടിയോളം രൂപയാണ് ഒറ്റപ്പാലം നഗരസഭ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭ വൈസ് ചെയർമാൻ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടത് നഗരസഭാ സെക്രട്ടറിയോ നഗരസഭാ ചെയർപേഴ്സണോ ആണെന്നും NK ജയരാജൻ പറയുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്. അത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറി എന്നിവരാണ് അത്തരം കാര്യങ്ങൾ ദൃശ്യ മാധ്യമങ്ങളോട് പറയേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതി ഭരണം നടത്താൻ ഇക്കുറി സമ്മതിക്കില്ല എന്നും BJP CPM കൂട്ടുകെട്ടിലാണ് നഗരസഭ ഭരണം നടക്കുന്നതെന്നും ജയരാജൻ പറയുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും എല്ലാ വാർഡുകളിലും തുല്യമായി വികസനം എത്തിക്കുമെന്നും NK ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ 1 രൂപയുടെ അഴിമതി പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയുടെ നടപടികൾ ഉടനെ പൂർത്തിയാക്കി യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവേണ്ടി വരും. ഒറ്റപ്പാലം നഗരസഭയിൽ ഏതെങ്കിലും ഒരു വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് 39 വാർഡിലും തുല്യമായി നടപ്പിലാക്കേണ്ടി വരും. നിയമപരമായിട്ട് അതിൽ നിന്നും മാറി നിൽക്കാൻ നഗരസഭയ്ക്കോ ഭരണസമിതിക്കോ ഒരു വകുപ്പിനും കഴിയില്ല.